ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും സജൂസ് കിച്ചണിലേക്ക് സ്വാഗതം. കുഴിമന്തി വേണ്ടാത്ത രീതിയിൽ എങ്ങനെയാണ് നമുക്ക് കുഴിമന്തി ഉണ്ടാക്കാമെന്നാണ് ഇന്നത്തെ ഈ റെസിപ്പിയിൽ ഞാൻ പറയാൻ വേണ്ടി പോകുന്നത്. കുഴി ഒന്നും ഇല്ലെങ്കിലും ഇത് കുഴിമന്തിയുടെ സെയിം ടേസ്റ്റ് തന്നെയാണ് കേട്ടോ. ഞാനിത് വേറൊരു വീഡിയോയിൽ കണ്ടിട്ട് ഉണ്ടാക്കി നോക്കിയതാണ്. അപ്പോൾ ഞാനും വിചാരിച്ചു കുഴിമന്തിയുടെ ടേസ്റ്റൊന്നും ചിലപ്പോൾ ഉണ്ടാവില്ല എന്ന്. പക്ഷേ അങ്ങനെയല്ല കേട്ടോ, നല്ലൊരു ടേസ്റ്റാണ് ഇത് ഉണ്ടാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ. കുഴിമന്തിയുടെ സെയിം ടേസ്റ്റാണ്, വളരെ സിമ്പിളായിട്ട് നമുക്ക് ഉണ്ടാക്കുകയും ചെയ്യാം, കുഴിമന്തിയുടെ സെയിം ടേസ്റ്റിൽ കിട്ടുകയും ചെയ്യും. അപ്പോൾ നമുക്ക് നോക്കാം ഇതെങ്ങനെയാണ് ഉണ്ടാക്കിയെടുക്കാമെന്ന്. ഇത് ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ 2.5 കപ്പ് ബസ്മതി റൈസാണ് എടുത്തിരിക്കുന്നത്. കണ്ടില്ലേ, ഇതേപോലത്തെ ലോങ് റൈസ് തന്നെ എടുക്കാം. അപ്പോൾ നിങ്ങളടുത്ത് ബസ്മതി റൈസ് ഇല്ലെങ്കിൽ നമ്മൾ കബ്സ റൈസൊക്കെ വാങ്ങിക്കാൻ കിട്ടുമല്ലോ നാട്ടിൽ, അപ്പോൾ ആ റൈസ് എടുത്താലും മതി. ഇതേപോലത്തെ ലോങ് റൈസ് എടുത്തിട്ട് ഒരു 15 മിനിറ്റ് വെള്ളത്തിലൊന്ന് കുതിർത്ത് വെക്കുക. ഇനി ഇതിലേക്ക് ഞാൻ ഇതേപോലത്തെ 3 പീസ് ചിക്കൻ എടുത്തിട്ടുണ്ട്. ഇത് ഏകദേശം ഒരു 1/2 കിലോനേക്കാളും കുറച്ച് മുകളിലായിട്ട് വരും. ഇങ്ങനത്തെ ഒരു 3 പീസാണ് എടുത്തിരിക്കുന്നത്. ഇത് നിങ്ങൾക്ക് എത്രയാണ് വേണ്ടത് വെച്ചാൽ അത്രയും എടുക്കാം. ഏത് രീതിയിൽ വേണമെങ്കിലും കട്ട് ചെയ്തിട്ടും എടുക്കാം. അപ്പോൾ നമ്മൾ സാധാരണ കുഴിമന്തിയൊക്കെ ഉണ്ടാക്കുമ്പോൾ കുറച്ച് വലിയ പീസാണ് ഉണ്ടാവുക, അപ്പോൾ അതുകൊണ്ട് കുറച്ച് വലിപ്പത്തിൽ എടുത്തിട്ടുണ്ട്. ഇനി ഈ ചിക്കൻ നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയിട്ട് അതിലെ വെള്ളമൊക്കെ തുടച്ചിട്ട് ഇതേപോലെ ഒരു ഫോർക്ക് വെച്ചിട്ട് നന്നായിട്ടൊന്ന് കുത്തി കൊടുക്കുക. അതിൻ്റെ അകത്തേക്കൊക്കെ മസാല നന്നായിട്ട് ചേരാൻ വേണ്ടിയിട്ടാണ്. ചിക്കനിലെ വെള്ളമൊക്കെ കയ്യിൽ നിന്ന് അത്രയും തുടച്ചെടുക്കാം കേട്ടോ, ഒട്ടും വെള്ളമൊന്നും വേണ്ട. ഇതേപോലത്തെ 3 എണ്ണം ഞാൻ നന്നായിട്ട് കുത്തി കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വേണ്ട സ്പൈസസ് എന്തൊക്കെയാണെന്ന് നോക്കാം. 1 ടേബിൾ സ്പൂൺ കുരുമുളക്, ഇതേപോലത്തെ കുരുമുളക് എടുക്കുക, പൊടിയല്ല. 1 ടീസ്പൂൺ ചെറിയ ജീരകം, ഒരു 6 ഗ്രാമ്പ് എടുത്തിട്ടുണ്ട്, 3 ഏലക്കായ്. ഇത്രയും സ്പൈസസ് മാത്രമേ നമ്മൾ ചേർക്കുന്നുള്ളൂ, വേറെ തക്കാളിയോ ഉള്ളിയോ ഒന്നും ചേർക്കുന്നില്ല കേട്ടോ. ഇനി ഇതിലേക്ക് മസ്റ്റായിട്ട് വേണ്ടത് ചിക്കൻ സ്റ്റോക്കാണ്. ഞാനിവിടെ മാഗിയുടെ ചിക്കൻ സ്റ്റോക്ക് എടുത്തിട്ടുണ്ട്. ഇത് ഇതിലേക്ക് മസ്റ്റാണ് കേട്ടോ. ഇതില്ലെങ്കിൽ ഇതിലൊരു ഫ്ലേവറും ഉണ്ടാവില്ല. ഇതുണ്ടെങ്കിൽ മാത്രമേ അതിന് കുഴിമന്തിയുടെ ടേസ്റ്റിനെ കിട്ടുള്ളൂ. അപ്പോൾ ഇത് മസ്റ്റാണ്. അപ്പോൾ ഒരു പാക്കറ്റിൽ ഇങ്ങനത്തെ 2 ക്യൂബ്സ് ഉണ്ടാവും. അപ്പോൾ ഇത് രണ്ടും വേണം നമുക്ക്. 2.5 കപ്പ് അരിയിലേക്ക് ഇത് രണ്ടും വേണം. ഇനി ഇതിലേക്ക് ഒരു 1/2 കപ്പ് ഓയിൽ, സാധാരണ വെജിറ്റബിൾ ഓയിൽ 1/2 കപ്പിനേക്കാൾ കുറച്ച് താഴെയായിട്ട് എടുക്കുക. ഇനി നമ്മൾ ഏത് പാത്രത്തിലാണോ കുഴിമന്തി ഉണ്ടാക്കുന്നത് ആ പാത്രം എടുക്കാം കേട്ടോ. അപ്പോൾ ഇവിടെ 2.5 കപ്പ് എനിക്ക് ഇതിൽ നന്നായിട്ട് ഫിറ്റാവും, ഇതിൽ പോകും 2.5 കപ്പ് അരിയൊക്കെ. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇതേപോലത്തെ കുറച്ച് ചെറിയ പാത്രത്തിലാണ് എടുക്കുന്നത്. അപ്പോൾ നിങ്ങളതിൽ അരി കൊള്ളോന്ന് നോക്കണം കേട്ടോ, ചോറ് കൊള്ളോന്ന് നോക്കണം. എന്നിട്ട് ഏതിലാണോ കുഴിമന്തി ഉണ്ടാക്കുന്നത് അതിലേക്ക് ഇതേപോലെ ചിക്കന് അടിയിൽ ഇട്ട് കൊടുക്കുക. ഇതേപോലെ തന്നെ ഇട്ട് കൊടുക്കുക കേട്ടോ, ഒന്നിന് മുകളിൽ ഒന്നായിട്ടല്ല, ഇതേപോലെ താഴത്ത് തന്നെ ഇട്ട് കൊടുക്കുക. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ എടുത്ത് വച്ചിരുന്ന സ്പൈസസ് ഒക്കെ ഇട്ട് കൊടുക്കുക. ഇതേപോലെ ഒന്ന് ജസ്റ്റ് അതിൻ്റെ മുകളിലാക്കിയിട്ട് ഇട്ട് കൊടുത്താൽ മതി. ഇനി നമുക്കിതിലേക്ക് ചിക്കൻ സ്റ്റോക്ക് ഇട്ട് കൊടുക്കാം. അത് ഇതേപോലെയാണ് ഉണ്ടാവുക. അതൊന്ന് കൈകൊണ്ട് ഇങ്ങനെ ഉടച്ചിട്ട് ഒന്ന് ഇട്ട് കൊടുക്കാം. ഇപ്പോൾ ജസ്റ്റ് ഒന്ന് ഉടച്ചാൽ മതി. ശേഷം നമ്മൾ നന്നായിട്ട് ഉടച്ച് കൊടുക്കുന്നുണ്ട്, കാരണം ഇതിൽ അത്യാവശ്യം നല്ല ഉപ്പ് ഉണ്ടാവും കേട്ടോ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ എക്സ്ട്രാ ഉപ്പൊന്നും ചേർക്കണ്ട. സ്റ്റോക്കിൽ തന്നെ നല്ല ഉപ്പുണ്ടാവും, ചിക്കനിലൊക്കെ പിടിക്കാനുള്ള അത്രയും ഉപ്പ് അതിൽ തന്നെ ഉണ്ടാവും. ഇതിൽ കുറച്ച് ഫുഡ് കളർ ചേർക്കുന്നുണ്ട്. മഞ്ഞ കളറിന് വേണ്ടിയിട്ട് ഞാനൊരു അല്പം മഞ്ഞൾപ്പൊടിയാണ് കേട്ടോ ചേർക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഏതേ ഫുഡ് കളർ ആണെങ്കിൽ അങ്ങനെ ചേർക്കാം. റെഡ് കളറിന് വേണ്ടിയിട്ട് കുറച്ച് റെഡ് ഫുഡ് കളറും ചേർക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ വീട്ടിലൊക്കെ ഉണ്ടാക്കുമ്പോൾ കഴിയുന്നത് ഫുഡ് കളറൊക്കെ ചേർക്കാതിരിക്കുക കേട്ടോ. സാധാരണ കുഴിമന്തി ഉണ്ടാക്കുമ്പോൾ കുറച്ച് കളറൊക്കെ ഉണ്ടാവില്ല, അപ്പോൾ അതിന് വേണ്ടി മാത്രം ചേർത്തതാണ്. വീട്ടിലൊക്കെ ഉണ്ടാക്കുമ്പോൾ കഴിയുന്നത് ഫുഡ് കളറൊന്നും ചേർക്കാതെ തന്നെ ഉണ്ടാക്കുക. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിരുന്ന ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ആ ഓയിൽ ഫുള്ളായിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കണം. നമ്മൾ കൈകൊണ്ട് ഇതെല്ലാം കൂടി ഒന്ന് നന്നായിട്ട് കുഴച്ചെടുക്കാം. ഈ ചിക്കൻ സ്റ്റോക്കൊക്കെ നന്നായിട്ട് ഉടയണം കേട്ടോ. കൈകൊണ്ട് കയ്യിൽ നിന്ന് അത്രയും നന്നായിട്ട് ഉടച്ചിട്ട് തന്നെ കൊടുക്കുക ചിക്കൻ സ്റ്റോക്ക്. അത് ചിക്കനിലൊക്കെ പറ്റി പിടിച്ചിട്ട് ഒരു സൈഡൊക്കെ നിൽക്കുകയാണെങ്കിൽ ഉപ്പ് കഴിക്കും കേട്ടോ. വെന്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ സൈഡിൽ മാത്രമായിട്ട് ഉപ്പ് കഴിക്കും, കാരണം അതിന് നല്ല ഉപ്പുണ്ട്. അപ്പോൾ അതുകൊണ്ട് നന്നായിട്ട് നമുക്ക് കയ്യിൽ നിന്ന് അത്രയും കൈകൊണ്ട് നന്നായിട്ട് ചിക്കൻ സ്റ്റോക്കൊക്കെ നന്നായിട്ട് ഉടച്ചിട്ട് എല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് എടുക്കാം. ഒരു സൈഡിൽ മാത്രമായിട്ടൊന്നും കൂടി നിൽക്കാത്ത രീതിയിൽ തന്നെ ഒന്ന് നോക്കാം കേട്ടോ. അല്ലെങ്കിൽ ആ സൈഡിൽ മാത്രം ഉപ്പ് കഴിച്ചിട്ട് നമുക്ക് കഴിക്കാൻ കഴിയില്ല, ഇത് വെന്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ. അപ്പോൾ ഞാനിവിടെ ഇതെല്ലാം കൂടി അത്യാവശ്യം നന്നായിട്ട് തന്നെ മിക്സായിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ട ചോറ് റെഡിയാക്കി എടുക്കണം. അപ്പോൾ ആ ടൈമിലേക്ക് ഇതൊന്ന് ഇവിടെ റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കാം. ചോറ് ഒന്ന് റെഡിയാക്കി കിട്ടുന്നവരെ ഒരു 10 മിനിറ്റ്, എത്രയാണ് ടൈം എടുക്കുന്നത് വെച്ചാൽ അത്രയും ടൈം ജസ്റ്റ് ഒന്ന് ഇവിടെ ഇത് വെച്ചിട്ട് പോവാം. ചോറ് വേവിക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഇതേപോലത്തെ ഒരു പാത്രം ഗ്യാസിൽ വെച്ചിട്ടുണ്ട്. ഇതിൽ അത്യാവശ്യം ഒരുപാട് വെള്ളമൊക്കെ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇത് വെള്ളത്തിന് അളവൊന്നുമില്ല,
കാരണം നമ്മൾ വെള്ളം ഊറ്റിയെടുക്കുകയാണ് ചെയ്യുന്നത്. നെയ്ച്ചോറിൻ്റെ ഒക്കെ പോലെ കറക്റ്റ് പാകത്തിന് വെള്ളം വെച്ചിട്ട് വേവിച്ചെടുക്കല്ല, വെള്ളം ഊറ്റിയെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് പ്രത്യേകിച്ച് അളവൊന്നുമില്ല. എത്രയെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ചധികം അങ്ങോട്ട് വെച്ചേക്കാം. ഇത് ആവശ്യത്തിനുള്ള ഉപ്പും ഇട്ട് കൊടുക്കുക. ഉപ്പ് കൂടേണ്ട, അത്യാവശ്യത്തിന് വേണ്ട ഉപ്പ് ഇട്ട് കൊടുക്കുക. ചോറിലേക്ക് വേണ്ട ഉപ്പ് മാത്രം ഇട്ട് കൊടുക്കുക. ഇതെല്ലാം കൂടി ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. നമ്മൾ സാധാരണ കുഴിമന്തിയൊക്കെ കുക്കറിലൊക്കെ ഉണ്ടാക്കുന്ന ടൈമിൽ ചിക്കൻ വേവിച്ചിട്ട് അതിലേക്ക് വെള്ളം ഒഴിച്ചിട്ട് അതിൽ തന്നെയാണ് അരി ഇട്ട് കൊടുക്കാറ്. അപ്പോൾ നമ്മൾ കറക്റ്റ് പാകത്തിനുള്ള വെള്ളം ഒഴിച്ച് കൊടുക്കണമായിരുന്നു. അപ്പോൾ ഇതിൽ അങ്ങനത്തെ പ്രശ്നമൊന്നുമില്ല. അപ്പോൾ വെള്ളം ഇതാ തിളച്ചിട്ടുണ്ട്. നമ്മളിതിലേക്ക് അരി ഇട്ട് കൊടുക്കുകയാണ്. ഇനി ഈ ചോറ് നന്നായിട്ട് വേവിച്ചെടുക്കണം. ഒരുപാട് വേവരുത്, കറക്റ്റ് ഒരു പാകത്തിന് എടുക്കുക. അത് വെന്തിട്ടുണ്ടാവണം, എന്നാൽ വെന്തൊടിയുകയും ചെയ്യരുത്. അപ്പോൾ ബസ്മതി റൈസിനൊക്കെ പൊതുവേ വേവ് വളരെ കുറവാണ്. ഒരു 10 മിനിറ്റൊക്കെ ആകുമ്പോഴേക്ക് തന്നെ ഇത് അത്യാവശ്യം കറക്റ്റ് പാകത്തിന് വെന്ത് വന്നിട്ടുണ്ടാവും. നമ്മൾ ഇത് ഇനി ചിക്കൻ്റെ കൂടെ ഇട്ടിട്ട് ഒരു 3/4 മണിക്കൂറും കൂടി വേവിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അത് വെന്തൊടിയാതെ ചെറുതായിട്ടൊരു കടിക്കുന്ന രീതിയിൽ വേവണം, എന്നാൽ വെന്തൊടിയാതെ ആ ഒരു പാകത്തിന് തന്നെ എടുക്കാം കേട്ടോ. അപ്പോൾ അതവിടെ അത്യാവശ്യം നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഒരു 10 മിനിറ്റൊക്കെ എടുത്തിട്ടുള്ളൂ. അപ്പോഴേക്കും തന്നെ ഇത് നന്നായിട്ട് തന്നെ വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിതൊന്ന് വെള്ളം ഊറ്റിക്കളയാം. അപ്പോൾ നിങ്ങളെങ്ങനെയാണ് വെള്ളം ഊറ്റിക്കളയാറെന്ന് വെച്ചാൽ അതേപോലെ വെള്ളം ഊറ്റിക്കളയാം. ഞാനിപ്പോൾ ഇതൊരു മൂടി വെച്ചിട്ടൊരു പാത്രത്തിലേക്ക് ചെരിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ തന്നെ ഇതിലെ വെള്ളമൊക്കെ ഊറി വന്നോളും. അപ്പോൾ നിങ്ങൾ തോട്ടപാത്രത്തിലേക്ക് ഇട്ടിട്ടോ എങ്ങനെയാണ് ഊറ്റിയെടുക്കുന്നത് വെച്ചാൽ അതേപോലെ ഊറ്റിയെടുക്കാം. ഇതിൽ ഫുൾ കംപ്ലീറ്റ് വെള്ളം കളയണം കേട്ടോ. എന്നിട്ടിത് മൂടി വെക്കണം. നമ്മൾ ചിക്കൻ ഒരു 5 മിനിറ്റ് വേവിച്ചെടുക്കാൻ പോകുന്നുണ്ട്. അപ്പോൾ ആ ടൈമിൽ ഇത് മൂടിയിട്ട് തന്നെ വെക്കുക. ഓട്ടപാത്രത്തിലൊക്കെയാണ് ഊറ്റുന്നതെങ്കിൽ അത് മൂടി വെക്കുക, അല്ലെങ്കിൽ ചോറ് ഡ്രൈ ആയി പോകും. അപ്പോൾ നമ്മളിവിടെ ചോറ് വടിയാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. ഇനി ആ ടൈമിൽ നമുക്ക് ഈ ചിക്കൻ ഒന്ന് വേവിച്ചെടുക്കണം. ജസ്റ്റ് ഒരു 5 മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ ഒന്ന് മൂടി വെച്ചിട്ട് വേവിച്ചെടുക്കാം. അപ്പോൾ 2 മിനിറ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒന്ന് മറിച്ചിട്ട് കൊടുക്കുക. ടോട്ടൽ ഒരു 5 മിനിറ്റ് ജസ്റ്റ് ഒന്ന് ഹൈ ഫ്ലെയിമിൽ വേവിച്ചെടുക്കാം. കാരണം നമ്മളിനി 3/4 മണിക്കൂർ ഓൾറെഡി വേവിക്കുന്നുണ്ട്. അപ്പോൾ ഒരുപാട് വേവ് കൂടിപ്പോയിട്ട് ചിക്കൻ ഒടിഞ്ഞു പോകും. അപ്പോൾ ഇപ്പോൾ ഒരു 5 മിനിറ്റ് മാത്രം വേവിച്ചെടുത്താൽ മതി കേട്ടോ. ഇതിപ്പോൾ ഇവിടെ 2 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്കിത് തുറന്ന് കൊടുത്തിട്ട് ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ അതൊരു സൈഡായി ജസ്റ്റ് ഒന്ന് മറിച്ചിട്ട് കൊടുക്കുകയാണ്. 2 സൈഡും കൂടി ഒരു 5 മിനിറ്റ്, ഒരു 2 മിനിറ്റ് ഒരു സൈഡ്, ഒരു 3 മിനിറ്റ് ഒരു സൈഡ്, അങ്ങനെ ഒരു 5 മിനിറ്റ് മാത്രം വേവിച്ചെടുത്താൽ മതി. അതും ഹൈ ഫ്ലെയിമിലിട്ടിട്ട് ഒന്ന് പെട്ടെന്ന് വേവിച്ചെടുക്കുക. അപ്പോൾ ഞാനിതിവിടെ മറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ എല്ലാം കൂടി 5 മിനിറ്റ് ആയി. ഇനി നമ്മൾ നേരത്തെ വടിച്ച് വെച്ചിരുന്ന ആ ചോറുണ്ടല്ലോ, വെന്ത ചോറ്, അത് ഇനി ഇതിൻ്റെ മുകളിലേക്കായിട്ട് ഇട്ട് കൊടുക്കണം. അപ്പോൾ അതിന് മുമ്പായിട്ട് ഇതിന് കുറച്ച് ഓയിലൊന്ന് മാറ്റി കൊടുക്കുക. നമുക്ക് ചോറിൻ്റെ മുകളിൽ ഒഴിച്ചു കൊടുക്കാനായിട്ടാണ്. പൊതുവേ കുഴിമന്തിക്കൊക്കെ ഓയിൽ വളരെ കുറവായിരിക്കും കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് അറിയാമല്ലോ. അപ്പോൾ അതുകൊണ്ട് കുറച്ച് ഓയിൽ തന്നെ ഉള്ളൂ. കുറച്ച് അതിന് മാറ്റി കൊടുത്തിട്ട് അതിൻ്റെ മുകളിലേക്ക് ആ ചോറ് ഇട്ട് കൊടുക്കുക. അപ്പോൾ നമ്മൾ നേരത്തെ വേവിച്ച് വെച്ചിരുന്ന ചോറ് മൊത്തമായിട്ട് ഞാൻ ഇതിൻ്റെ മുകളിലേക്കായിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിരുന്ന ആ ഓയിലുണ്ടല്ലോ, അത് ഇതിൻ്റെ മുകളിലേക്ക് ഒന്ന് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഫുള്ളായിട്ട് ഒഴിച്ചു കൊടുക്കാം. കുറച്ചൊരു ഡ്രൈ ആയിട്ടായിരിക്കും ചോറുണ്ടാവുക. അപ്പോൾ ആ ഓയിലും കൂടി വന്നു കഴിഞ്ഞാലേ കറക്റ്റ് ആവുള്ളൂ. അപ്പോൾ അത് അതേപോലെ ആ ഓയിലൊക്കെ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ അതിൽ കുറച്ച് കുരുമുളകൊക്കെ ഉണ്ടായിരുന്നു, ഞാൻ എടുത്തില്ല. അപ്പോൾ അതൊക്കെ ഇതിൻ്റെ മുകളിലൊക്കെ ഇട്ട് കൊടുത്ത് ആ ഓയിലുള്ള സാധനങ്ങളൊക്കെ. നമുക്ക് ഇത് കുറച്ച് എരിവിന് വേണ്ടിയിട്ട് ഒരു 6 പച്ചമുളകും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് എരിവ് കുറഞ്ഞ പച്ചമുളകാണ് കേട്ടോ. അപ്പോൾ അതാ ഒരു 3 എണ്ണം ഇതേപോലെ ഒന്ന് സൈഡ് നടുവിൽ കൂടെ ചെത്തി കൊടുത്തിട്ട് ഇതേപോലെ ഒന്ന് കുത്തി വെച്ച് കൊടുക്കാം. 3 എണ്ണം നടുവിൽ കട്ട് ചെയ്യണ്ട, 3 എണ്ണം കട്ട് ചെയ്തിട്ട് വെച്ച് കൊടുക്കാം. അപ്പോൾ പച്ചമുളകിൻ്റെ എരിവിനനുസരിച്ചിട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ. ഇതിപ്പോൾ എരിവ് കുറഞ്ഞ പച്ചമുളക് ആയതുകൊണ്ട് ഞാൻ 6 എണ്ണം ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതേപോലെ ഒന്ന് കുത്തി വെച്ച് കൊടുക്കാം. ഇനി ഇത് ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് മൂടി വെച്ചിട്ട് ഒരു 45 മിനിറ്റ് വേവിച്ചെടുക്കാം കേട്ടോ. ലോ ഫ്ലെയിമിൽ ഇടണം, അല്ലെങ്കിൽ അടി പിടിച്ച് പോകും. അപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഇങ്ങനെയൊന്നുമല്ലല്ലോ കുഴിമന്തി ഉണ്ടാക്കാമെന്നൊക്കെ. പക്ഷെ നല്ല ടേസ്റ്റാണ്. ഞാൻ ഉണ്ടാക്കി കഴിച്ച് നോക്കിയ രീതിയിൽ തന്നെ പറയാം കേട്ടോ. നല്ല ടേസ്റ്റാണ്. കുഴിമന്തിയുടെ അതേ ടേസ്റ്റ് തന്നെയാണ്. ഒരു പ്രാവശ്യം ഒന്ന് ഇങ്ങനെ ഉണ്ടാക്കി നോക്കാം കേട്ടോ. അപ്പോൾ ഞാൻ ഫസ്റ്റ് ആയിട്ട് ഉണ്ടാക്കുമ്പോൾ എനിക്ക് തോന്നിയായിരുന്നു കുഴിമന്തിൻ്റെ ടേസ്റ്റ് ഒന്നും ഉണ്ടാവില്ല എന്ന്. പക്ഷേ അങ്ങനെ ഒന്നുമല്ല. അപ്പോൾ ഞാനിതവിടെ മൂടി വെച്ചിട്ടുണ്ട്. നമുക്കിതൊരു 45 മിനിറ്റ് കഴിഞ്ഞിട്ട് വേണം ഇത് തുറന്ന് നോക്കാനായിട്ട്. നമ്മൾ ബിരിയാണിയിലൊക്കെ ദമ്മിടുമ്പോൾ ഒരു 20 മിനിറ്റൊക്കെ വേവിക്കാറുണ്ടല്ലോ ചിക്കനൊക്കെ. അപ്പോൾ അതേപോലെ ഒരു 45 മിനിറ്റ് ഇത് വേവിച്ചെടുക്കാം. ഇതിപ്പോൾ ഇവിടെ 45 മിനിറ്റ് കഴിഞ്ഞു. നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. കണ്ടില്ലേ, ഈ പച്ചമുളകൊക്കെ നന്നായിട്ട് വെന്തിട്ട് അതിൻ്റെ കളറൊക്കെ മാറിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ കുഴിമന്തി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് സർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാം. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ ഇതിൽ റൈസൊക്കെ ഒന്ന് നീക്കിയിട്ട് ചിക്കന് മാറ്റിയിട്ട് എല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്തിട്ടാണ് സെർവ് ചെയ്യാറ്.
അപ്പോൾ അതിൽ നിന്ന് ആദ്യം തന്നെ കുറച്ചൊന്ന് റൈസ് മാറ്റി കൊടുത്തിട്ട് ചിക്കൻ എടുത്ത് മാറ്റാം. എന്നിട്ട് എല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് വേണം സെർവ് ചെയ്യാനായിട്ട്. ഇത് തുറക്കുമ്പോൾ തന്നെ നല്ല സ്മെല്ലൊക്കെ വരുന്നുണ്ട് കേട്ടോ. ആ ചിക്കൻ സ്റ്റോക്കൊക്കെ ചേർത്തുകൊണ്ട് നല്ലൊരു ഫ്ലേവർ തന്നെയാണ്. അപ്പോൾ അതാ നമ്മുടെ കുഴിമന്തി ഇവിടെ വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. നല്ല ടേസ്റ്റുമാണ്. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ആ താഴെ കാണുന്ന റെഡ് കളർ ബട്ടൺ ഒന്ന് പ്രസ് ചെയ്താൽ മതി. അതിൻ്റെ അടുത്തുള്ള കുഞ്ഞ് ബെൽ ബട്ടണും കൂടിയൊക്കെ പ്രസ് ചെയ്യുകയാണെങ്കിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന കൂടുതൽ വീഡിയോസൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുന്നതായിരിക്കും. താങ്ക് യു.